സച്ചിനും ധോണിയും അടക്കം ക്രിക്കറ്റർമാർക്ക് ലഭിക്കുന്നത് ഒരു ദൈവിക പരിവേഷം തന്നെയാണ്. ദൈവങ്ങളാകുമ്പോൾ കാണിക്കയും നേർച്ചയുമെല്ലാമായി പല വഴി വരുമാനമുണ്ടാകും. അങ്ങനെ ചിന്തിച്ചാൽ ക്രിക്കറ്റിലെ സാക്ഷാൽ തിരുപ്പതി ബാലാജിയാണ് സച്ചിൻ തെണ്ടുൽക്കർ എന്ന് നിസ്സംശയം പറയാം. 3 ലക്ഷം കോടി രൂപയാണ് തിരുപ്പതി ബാലാജിയുടെ ആസ്തിയെങ്കിൽ സച്ചിൻ്റേത് 1411 കോടി രൂപ. സച്ചിന്റെ ആകെ ആസ്തി തിരുപ്പതി ബാലാജിക്ക് ഒരു വർഷം കാണിക്കായി മാത്രം ലഭിക്കുമെന്ന് മാത്രം. നിധിശേഖരത്തിന് മുകളിൽ ശാന്തശയനം നടത്തുന്ന ശ്രീപത്മനാഭസ്വാമിയുടെ ആസ്തി 1.2 ലക്ഷം കോടി രൂപയാണ്. ക്രിക്കറ്റിൽ ആസ്തിയിൽ രണ്ടാമനാവട്ടെ മഹേന്ദ്ര സിംഗ് ധോണിയും. ക്യാപ്റ്റൻ കൂളിന്റെ ആകെ ആസ്തി 1054 കോടി രൂപ വരും. ശ്രീലകത്ത് വിളങ്ങുന്ന ഗുരുവായൂർ ഉണ്ണിക്കണ്ണനാണ് സമ്പത്തിൽ മൂന്നാമൻ. 271 ഏക്കർ ഭൂമിയും സ്വർണവും രത്നങ്ങളുമടക്കം വിലയേറിയ ആസ്തികളെല്ലാം 1700 കോടി രൂപയുടെ ബാങ്ക് ഡെപ്പോസിറ്റും എല്ലാം ചേർത്ത് 3000 കോടി രൂപയോളം ആസ്തിയാണ് സാക്ഷാൽ ഗുരുവായൂരപ്പന്. പ്രതിവർഷം കാണിക്കയും മറ്റുമായി 400 കോടി രൂപ വരുമാനവുമുണ്ട്. ക്രിക്കറ്റിലെ ഉണ്ണിക്കണ്ണനായി വന്ന് ഇന്ത്യക്കാരുടെ മനം കവർന്ന വിരാട് കോഹ്ലിയാണ് ആസ്തിയിൽ മൂന്നാമൻ. 1038 കോടി രൂപയാണ് വിരാടിന്റെ ആകെ ആസ്തി. ജമ്മുവിലെ വൈഷ്ണോ ദേവി ക്ഷേത്രമാണ് സമ്പത്തിൽ 4ാം സ്ഥാനത്ത്. 1800 കിലോ സ്വർണവും 4700 കിലോ വെള്ളിയുമാണ് വൈഷ്ണോ ദേവിക്ക് ഭക്തർ കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ നൽകിയത്. 2000 കോടി രൂപയോളം കാണിക്ക ഇനത്തിലും ലഭിച്ചു. ക്രിക്കറ്റിലേക്ക് വന്നാൽ ഓസ്ട്രേലിയയുടെ എക്കാലത്തെ മഹത്തായ ടീമിനെ ഒരു സുവർണ കാലഘട്ടത്തിൽ നയിച്ച റിക്കി പോണ്ടിങ്ങാണ് സമ്പത്തിൽ 4ാമത്. 581 കോടി രൂപയാണ് റിക്കി പോണ്ടിങ്ങിന്റെ ആസ്തി. സായി ഭക്തരുടെ കൺകണ്ട ദൈവമായ ഷിർദി സായി ബാബയുടെ മഹാരാഷ്ട്രയിലെ ക്ഷേത്രമാണ് സമ്പത്തിൽ 5ാം സ്ഥാനത്ത്. 380 കിലോ സ്വർണവും 4450 കിലോ വെള്ളിയും 1800 കോടി രൂപയുടെ ഭാഗ്യനിക്ഷേപവും ഷിർദി സായി ക്ഷേത്രത്തിനുണ്ട്. സമ്പത്തിന്റെ ഗണ്യമായ പങ്ക് സേവന പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുന്നു. ക്രിക്കറ്റിലേക്ക് വന്നാൽ സച്ചിനോളം തലപ്പൊക്കമുള്ള വിൻഡീസ് ഇതിഹാസം ബ്രയാൻ ലാറയാണ് 498 കോടി രൂപയുമായി ആസ്തിയിൽ 5ാമൻ. വായുവും വാഹേഗുരു പാടുന്ന സിഖ് മതത്തിന്റെ പരമോന്നത ആത്മീയ കേന്ദ്രമായ അമൃത്സറിലെ സുവർണക്ഷേത്രം ആസ്തിയിൽ 6ാമതാണ്. 400 കിലോ തങ്കമാണ് ഗോൾഡൻ ടെമ്പിളിനെ പൊതിഞ്ഞിരിക്കുന്നത്. 500 കോടി രൂപയിലേറെ വാർഷിക വരുമാനം സുവർണക്ഷേത്രത്തിനുണ്ട്. ക്രിക്കറ്റർമാരിൽ ആസ്തിയുടെ കാര്യത്തിൽ 6ാമത് അന്തരിച്ച ഓസീസ് ലെഗ് സ്പിൻ ഇതിഹാസ താരം ഷെയ്ൻ വോണാണ്. 2022 മാർച്ചിൽ അന്തരിച്ച വോണിന്റെ വിൽപത്രം പ്രകാരം അദ്ദേഹത്തിന്റെ സമ്പത്ത് മക്കളായ ബ്രൂക്ക്, ജാക്സൺ, സമ്മർ എന്നിവർക്ക് വീതിച്ചിരിക്കുന്നു. ക്ഷേത്രങ്ങളിലേക്ക് തന്നെ മടങ്ങിയാൽ ആസ്തിയുടെ കാര്യത്തിൽ 7ാമതുണ്ട് മധുരയിലെ മീനാക്ഷി അമ്മൻ. 14 ഏക്കറിൽ ദ്രാവിഡ ശില്പകലയുടെ ഉദാത്ത മാതൃകയായ ക്ഷേത്രത്തിന് പ്രതിവർഷം 100 കോടി രൂപയോളം വരുമാനമുണ്ട്. ക്രിക്കറ്റ് ലോകം കണ്ട ഏറ്റവും മികച്ച ഓൾറൗണ്ടറിൽ ഒരാളായ ജാക്ക് കാലിസാണ് സമ്പത്തിന്റെ കാര്യത്തിൽ 7ാമത്. 399 കോടി രൂപയാണ് ദക്ഷിണാഫ്രിക്കൻ സൂപ്പർ താരത്തിന്റെ ആസ്തി. മംഗളകാരകനായ സിദ്ധിവിനായകൻ മുംബൈ നഗരത്തിന്റെ ഇഷ്ടമൂർത്തിയാണ്. ആസ്തിയുടെ കാര്യത്തിൽ രാജ്യത്ത് 8ാം സ്ഥാനമുള്ള മുംബൈ സിദ്ധിവിനായക ക്ഷേത്രത്തിന് തന്നെ 125 കോടി രൂപയുടെ മൂല്യമുണ്ട്. പ്രതിദിനം 30 ലക്ഷം രൂപയിലേറെ കാണിക്കയായി മാത്രം ലഭിക്കുന്നു. ഗണപതി ബപ്പ മോറിയ. എല്ലാ മംഗളകാര്യങ്ങൾക്കും തുടക്കം വിനായകനിൽ നിന്നാവണമെന്ന ഹിന്ദു വിശ്വാസം പോലെ ലോകത്തെ എല്ലാ T20 ക്രിക്കറ്റ് ലീഗുകളുടെയും താരത്തിളക്കത്തിന് ക്രിസ് ഗെയിൽ കൂടിയേ തീരൂ. ബാറ്റിലും പെരുമാറ്റത്തിലുമെല്ലാം ഒരു കരീബിയൻ കാലിപ്സോ സ്റ്റൈൽ കാത്തുസൂക്ഷിക്കുന്ന ഗെയിലിന്റെ ആസ്തി 374 കോടി രൂപയാണ്. AD 1026 മുതൽ 4 തവണ വിദേശ ആക്രമണകാരികൾ തച്ചു തകർത്തെങ്കിലും ഇന്ന് പൂർണ്ണ പ്രൗഢി വീണ്ടെടുത്ത ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം ആസ്തി മൂല്യത്തിൽ 9ാമതുണ്ട്. ശ്രീകോവിലിൽ 130 കോടി കിലോ സ്വർണവും മകുടത്തിൽ 150 കിലോഗ്രാം സ്വർണവുമാണ് 1951 പുനരുദ്ധരിച്ച സോമനാഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിനെ തന്നെ പുനരുദ്ധരിക്കാനെത്തിയ ബൗളർമാരുടെ പേടി സ്വപ്നമായ വീരേന്ദർ സെവാഗാണ് ക്രിക്കറ്റിലെ 9ാമത്തെ വലിയ സമ്പന്നൻ. 332 കോടി രൂപയാണ് വീരുവിന്റെ ആസ്തി. ദേവസ്വത്തിൽ സാക്ഷാൽ പുരി ജഗന്നാഥൻ 10ാം സ്ഥാനത്ത് വിരാജിക്കുന്നു. 30,000 ഏക്കർ ഭൂമിയും സ്വർണ്ണാഭരണങ്ങളുമെല്ലാം പുരി ജഗന്നാഥ ക്ഷേത്രത്തിന് സ്വന്തമായുണ്ട്. ക്രിക്കറ്റർമാരിൽ ഓസീസ് ഓൾറൗണ്ടർ ഷെയ്ൻ വാട്സൺ 332 കോടി രൂപയുമായി 10ാമനായി നിൽക്കുന്നു. ക്ഷേത്രങ്ങളാണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും വിശ്വാസവും സമ്പത്തും വളരുക തന്നെയാണ്. ലോകക്ഷേമത്തിനായി ഈ സമ്പത്തിന്റെ ഒരു ഭാഗം വിനിയോഗിക്കപ്പെടുന്നു എന്നതും തീർച്ചയായും സന്തോഷകരമാണ്.